ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ബാക്ക് ടു പഞ്ചാബ്, ബാക്ക് ടു കോളേജ് അല്ലെങ്കിൽ ട്രിപ്പ് ടു പഞ്ചാബ് സീരീസ്. അപ്പൊ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞുതരാം. ഞങ്ങൾ കോളേജ് പെട്ടെന്ന് ഒരു കോൺവെക്കേഷൻ വെക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ വിചാരിച്ചത് കോൺവെക്കേഷൻ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും എന്നാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതൊന്നുമല്ല സംഭവിച്ചത്. അത് അവരെ കൊണ്ട് ജനുവരിയിൽ വെച്ച്. ആൻഡ് അതിലേക്കുള്ള ഇൻവിറ്റേഷൻ കോൺവെക്കേഷൻ്റെ ഒരു 2-3 ആഴ്ച മുന്നേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പം എല്ലാം ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. ഡയറക്റ്റ് ട്രെയിൻ എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. നമുക്ക് ആകെ കിട്ടുന്ന ഒരു കോൺവെക്കേഷൻ പ്ലസ് ട്രിപ്പ് പഠിക്കാനുള്ള ഒരു അവസരം, അത് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാന്ന് വെച്ച് നമ്മൾ മിസ്സാക്കി കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇൻഡയറക്റ്റ് ട്രെയിൻ പിടിക്കാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ സാധാരണ ഞങ്ങൾ കൊച്ചുവേളി അല്ലെങ്കിൽ മംഗള അതിലൊക്കെ ആയിരുന്നു പോയി വരാറ്. അതിന് പകരം ഞങ്ങൾ ആദ്യം കോഴിക്കോട് നിന്ന് ചെന്നൈയിൽ പോന്നു. ചെന്നൈയിൽ നിന്ന് ഡൽഹിക്ക് പോന്നു. ഡൽഹി പോയിട്ട് അവിടുന്ന് പഞ്ചാബിലോട്ട് പോന്നു. പഞ്ചാബിലെ പഗ്വാഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കോളേജ് ഉള്ളത്. സോ അങ്ങനെ ഒരു പ്ലാനാണ് ഞങ്ങൾ ഇട്ടത്. സോ ആ ട്രാവലിന്റെ ഫസ്റ്റ് പാർട്ട്, അതായത് കോഴിക്കോട് ടു ചെന്നൈ ആൻഡ് ചെന്നൈയിൽ കറങ്ങി നടന്നതാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഒന്നും വിട്ടോണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഹൈ ഗൈസ്, ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ട് നിൽക്കുന്നത് ട്രിപ്പിന്റെ തൊട്ട് തലേന്നത്തെ രാത്രി ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കൽ, പാക്ക് ചെയ്യൽ, ഡാറ്റ ട്രാൻസ്ഫറിങ് ഇതൊക്കെയാണ്. പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. അത് കൂടാണ്ട് തന്നെ ഇവിടെ ഫോൺ എക്സ്ചേഞ്ചിങ് നടക്കുന്നുണ്ട്. എന്റെ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു ഫ്രണ്ടിന് ലാസ്റ്റ് മിനിറ്റിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരാനും പറ്റാണ്ടായിപ്പോയി. ഞാനിപ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അച്ഛനും അമ്മയുണ്ട് കൂടെ വിത്ത് ദീസ് മിനി ബാഗ്സ്. ഇതൊക്കെ ഇന്നലെ രാത്രി 1 മണിക്കാണ് ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞത്. ആൻഡ് ഇപ്പം 2:30 സമയം. കഷ്ടിച്ച് 1 മണിക്കൂർ ഉറങ്ങി. എനിക്കപ്പോ ഒന്നും കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള മൂഡേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഗുഡ് മോർണിംഗ് ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ചിരിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ വിചാരിച്ചത് ഒഫീഷ്യലി ഞങ്ങളുടെ സ്ലീപ്പർ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല എന്നാണ്. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാനല്ല, അതുകൊണ്ട് അതിന്റെ അപ്ഡേറ്റ്സ് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. എനിക്ക് ആകെ അറിയുന്ന ഒരു കാര്യം, ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇത് വെയിറ്റിംഗ് ലിസ്റ്റിൽ എവിടെയോ ആയിരുന്നു ഉണ്ടായിരുന്നു. എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എന്റെ കയ്യിൽ ആകെയുള്ളത് ഒരു ജനറൽ ടിക്കറ്റ് ആണ്. ആൻഡ് അതും വെച്ചുകൊണ്ട് ഞാൻ സ്ലീപ്പറിൽ കിടക്കാണ്. അത് അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. ആരുടെയോ ബർത്തിലാണ് ഞാൻ കിടക്കുന്നത്. ആൻഡ് അയാൾ എപ്പോൾ വേണം വരും. അയാൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും എണീച്ചു കൊടുക്കേണ്ടി വരും. ആൻഡ് മിക്കവാറും അയാൾ ഈ രാത്രി തന്നെ വരും. അല്ലെങ്കിൽ ടി ടി വരുന്നുണ്ടോ എന്നുള്ള കോൺഷ്യസ്നെസ്സിൽ കിടക്കണം. ടി ടി വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യണം. എനിക്കാണെങ്കിൽ അതിന്റെ പ്രോസസ്സിനെ കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ ഇതൊക്കെയായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വൃത്തിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പം ഇപ്പം ഞാൻ കുറച്ചു മുന്നേ ഫുഡ് കഴിച്ചില്ലേ, അപ്പോഴാണ് പറയുന്നത് ടിക്കറ്റ് ഒക്കെ കൺഫേം ആയി, ഇത് നമ്മുടെ സ്വന്തം ടിക്കറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്റെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് മൈൻഡിന് ചിരിക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. ടോക്കിംഗ് അബൌട്ട് ദ ഫുഡ്, ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പിലിട്ട മാങ്ങ. ഇതിന്റെ തൊട്ട് മുന്നേ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കോഴിക്കോട് തന്നെ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിക്കൊണ്ടുവന്നതിനും മൊത്തം ഡ്രൈ ഫ്രൈ ടൈപ്പ് സാധനങ്ങളായിരുന്നു എല്ലാം വാങ്ങിയത്. സോ കേടാവും എന്നുള്ള ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മേന്റെ സീന് പാക്കിംഗ് ആയിരുന്നു. ബട്ടർ പേപ്പറും എന്തൊക്കെയോ വെച്ചിട്ട് ലൈറ്റ് വെയിറ്റ് യെറ്റ് ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് നടക്കാത്ത രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇത് ഉച്ചവരെ കേടാവാണ്ട് നിന്നിന്. സോ ഇപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ശരിക്കും ഇവിടെ വിൻഡോ സീറ്റിൽ ഇരിക്കേണ്ട ആള് വന്നിട്ടേ ഇല്ലായിരുന്നു. സോ ഞങ്ങൾ അതങ്ങ് കൈയടക്കി നല്ല കാറ്റൊക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ സമയം പോക്കാൻ വേണ്ടി ഓരോ ഗെയിമൊക്കെ കയറ്റി ഗെയിമൊക്കെ കളിക്കുകയായിരുന്നു. സാധാരണ ഞങ്ങൾ കൊങ്കൺ റൂട്ടിലാണ് പോവാറ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ടീസിൽ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വഴി പോകുന്ന ട്രെയിനിന്റെ ടിക്കറ്റ് കിട്ടിയില്ല. ആൻഡ് ആ വഴി പോവായിരുന്നെങ്കിൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹരിതാഭയും പച്ചപ്പ് ഊഷ്മളതയൊക്കെ ഉണ്ട്. കമ്പയറിംഗ് ടു ദാറ്റ് ട്രാവൽ ചെയ്യും തോറും സ്ഥലമൊക്കെ ഉണങ്ങിയാണ് വരുന്നത്. ജോഗ്രഫിക്കലി ആൻഡ് ക്ലൈമാറ്റിക്കലി സ്പീക്കിംഗ് ഈ സമയത്ത് ചെന്നൈയിലോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരേണ്ടതും. ഇടക്കിടക്ക് ഓരോരോ കുന്നും മലകളൊക്കെ കാണാം, അത്രേ ഉള്ളൂ. പിന്നെ കാണാൻ രസം തോന്നിയ ഒരു സ്ഥലം കേട്ടോ ഇത്. പുല്ലില് വെള്ളപ്പൂക്കളൊക്കെ ആയിട്ട് ഒരു മഞ്ഞ് വീണ ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഫോഗിന്റെ എഫക്ട് കിട്ടുന്ന രീതിയിൽ സൈഡിലാരും എന്തോ കത്തിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് തീരെ വെയിലില്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വെയിലടിച്ച് ഭയങ്കര ചൂടാവേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ചില നല്ല സ്ഥലത്തു കൂടെ ഒക്കെ പാസ് ചെയ്ത് പോയി. സ്ഥലം കണ്ട് നല്ലതാന്ന് തോന്നി ക്യാമറ ഓണാക്കി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് പാസ് ചെയ്തു പോകും. അതുകൊണ്ട് വെറൈറ്റി കാഴ്ചകളുടെ എടുത്ത വീഡിയോസ് വളരെ കുറവാണ്. പിന്നെ ടൈം പാസിന് സിനിമ കാണാന്ന് വെച്ചപ്പോ ഒറ്റ സിനിമയും ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നില്ല. വരുന്ന ഒരാഴ്ച കുറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് സിനിമ ഡൗൺലോഡ് ചെയ്ത് സ്റ്റോറേജ് തീർക്കരുത് എന്നുള്ളതായിരുന്നു എന്റെ അതിന്റെ പുറകിലുള്ള തിയറി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ എത്തേണ്ട സ്ഥലത്ത് ഏകദേശം എത്താനായി. അപ്പത്തേക്കും ട്രെയിൻ പിടിച്ചിട്ടോ എന്ന ഒരു സംശയം. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. മെയിൻ സ്റ്റേഷൻ എത്തുന്നതിന്റെ തൊട്ട് മുന്നിൽ അങ്ങ് കുറച്ചു നേരം നിർത്തിയിട്ടിട്ട് ഇത്തിരി സമയം കളഞ്ഞിട്ട് പിന്നെ മുന്നോട്ടെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. എന്റെ മനസ്സിൽ വേറൊന്നുമല്ല, പെട്ടെന്ന് എത്തി പെട്ടെന്ന് ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അല്ലെങ്കിൽ റെസ്റ്റ് റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ചെന്നൈ ഒന്ന് കറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ
കൊള്ളാമായിരുന്നു എന്നായിരുന്നു. അങ്ങനെ പിന്നെയും ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ട്രെയിനിന്റെ മെയിന്റനൻസും അതുപോലെ തന്നെ ട്രെയിനെ കഴുകുന്നൊക്കെ സ്ഥലമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിന്റെ തൊട്ട് മുന്നിലാണ് ഈ കാണിച്ച സ്ഥലം. ഇന്ത്യയിലത്തെ ഒരു മെയിൻ സിറ്റിയിലത്തെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. ബട്ട് അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ പരിതാപകരാണ്. എനിവേസ് ഞങ്ങൾ ബാഗും സഞ്ചികളും ജാക്കറ്റും ഓവർകോട്ടും ഒക്കെ എടുത്ത് റെഡിയായി ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ചെന്നൈയിൽ കാലുകുത്തിരിക്കുകയാണ് ഗൈസ്. നല്ല വലിയ സ്റ്റേഷനാണ് മുന്നോട്ട് കിടക്കുന്നത്. ആൻഡ് ഓരോ പ്ലാറ്റ്ഫോമിന്റെയും ഭംഗി ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ അൾട്രാ വൈഡിലിട്ട് നടു കൂടെ നടക്കണം. ചെന്നൈയിൽ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞ കാര്യം പോക്കറ്റ് അടിക്കാരും കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, സൂക്ഷിച്ചോ എന്നാണ്. ബട്ട് ഗൈസ്, റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് അത് കാണാനും നല്ല രസമാണ്. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പത്തെ പേര് MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ 2019 വരെ ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അതുക്കും മുന്നേ, അതായത് 1873 ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. അത് തൊട്ട് 1996 വരെ ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. ആൻഡ് ഇതിന്റെ ചുമരില് കൊളോണിയൽ പീരീഡ് തൊട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ ഫോട്ടോസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തിരിഞ്ഞു കറങ്ങുന്ന, അതായത് നിലത്തുനിന്ന് മേലോട്ടേക്ക് കറങ്ങുന്ന വലിയ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. പല പല സ്ഥലങ്ങളിൽ നിന്നും പല പല ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച് ഇവിടെ വരെ എത്തിയ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ കാണാൻ കിട്ടുകയാണെങ്കിൽ കാണണം. അതുപോലെ തന്നെ ഈ വലിയ വലിയ ബാഗുകളൊക്കെ ഒന്ന് വെയിറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി വെക്കണം. അപ്പം നോക്കിയപ്പോഴാണ് ഒരു 1.5 എക്സിക്യൂട്ടീവ് ലോഞ്ച് അവിടെ കണ്ടത്. ഉള്ളിലോട്ടേക്ക് നോക്കിയപ്പോ ആണെങ്കിൽ നല്ല ലക്ഷൂറിയസ് സെറ്റപ്പ്, നല്ല സീന് സോഫയും നല്ല ഇന്റീരിയറും പ്രീമിയം എയർ കണ്ടീഷൻഡ് സ്ഥലമൊക്കെയാണ്. ആൻഡ് അതിൽ നിന്ന് മുന്നോട്ടേക്ക് നോക്കിയപ്പം ഒരു മോള് സെറ്റപ്പ്. അപ്പം ആദ്യം ഇവിടെ ഉള്ളിൽ കയറാൻ പറ്റുമോ, ഇവിടുത്തെ എങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. അപ്പത്തേക്ക് ഞങ്ങളുടെ 2 ഫ്രണ്ട്സിനെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞു വെച്ചിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ആണ് per hour 120 rupees ആണ് ഇവിടെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൊളിയാട്ടോ. 24 hours പ്രീമിയം ഫെസിലിറ്റീസ് ഉണ്ട്, ഫ്രീ വൈഫൈ ഉണ്ട്, അൺലിമിറ്റഡ് ബൊഫേ ഉണ്ട്, പിന്നെ ലഗേജ് സ്റ്റോറിംഗ് ഏരിയ ഉണ്ട്. ഇതൊന്നും കൂടാണ്ട് പ്രൈവറ്റ് സ്ലീപ്പിംഗ് പോഡ്, അതായത് സിംഗിൾ ആയിട്ടുള്ളതും ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലിക്ക് ആയിട്ടുള്ളതും ഉണ്ട്. പിന്നെ റിക്ലൈനേഴ്സും ചാർജിങ് ഫെസിലിറ്റിയും ഷവറും ഒക്കെ ഉണ്ട്. അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റിന് 280 rupees, ലഞ്ച് ഓർ ഡിന്നറിന് 360 rupees ആണ് ഇവിടത്തേക്ക്. അത്രയും അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു. ഞാൻ കുറച്ച് മുന്നേ മോള് പോലെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ് അടുത്ത വിട്ടത്. കുറെ ഷോപ്പുകൾ ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലുണ്ട്. ഇവിടുന്നാണ് ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സിനെ കണ്ടു കിട്ടിയത്. ഒരു രാവിലെ 10 മണിക്ക് എത്തിയിട്ട് കുറെ നേരം റെസ്റ്റിംഗ് റൂമിൽ ഇരുന്ന് ബോറടിച്ചിട്ട് പുറത്തൊക്കെ വന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുക. ഒരൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റൊക്കെ കറങ്ങി നടന്ന് കണ്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ബോർഡിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഫുൾ പേര് എഴുതിയിട്ടുണ്ട്. നമ്മൾ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ വിളിക്കുമെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഈ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ വിശാലമാണ്. പുരച്ചി തലവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഫുൾ നെയിം. ഇനിയിപ്പോ നമുക്ക് ഇവരുടെ കൂടെ വെയിറ്റിംഗ് റൂമിലോട്ട് പോവാം. ഓൾറെഡി ഒരാള് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. പിന്നെ ഇവിടെ നമ്മുടെ ലഗേജ് സ്റ്റോർ ചെയ്യാൻ ഡിജിറ്റൽ ലോക്കറും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ക്ലോക്ക് റൂംസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും ഓപ്റ്റ് ചെയ്തില്ല. അതാ ഇവിടെ ഇങ്ങനെ തട്ടിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്, അവിടെ കൊണ്ട് വെച്ചു. ഇപ്പൊ കിട്ടിയ ഫ്രണ്ട്സിന്റെ ടിക്കറ്റിന് എന്താണ്ടൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്ത് ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു എന്റർടൈൻമെന്റിന് ഇവിടെ വെയിറ്റിംഗ് റൂമിന്റെ ഉള്ളിലുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് സ്വീറ്റ് കോൺ വാങ്ങി, ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇനി നമുക്ക് ഈ MGR റെയിൽവേ സ്റ്റേഷനും അതിന്റെ ചുറ്റുപാടും ഒന്ന് കറങ്ങി കാണാം. വലിയ വെയിറ്റ് ഉള്ള ലഗേജ് ആയതുകൊണ്ട് ആരും എടുത്തു കൊണ്ടുപോകില്ല എന്നുള്ള ഒരു ഇതില് ആണ് ഞങ്ങൾ 3 ഇറങ്ങിയത്. ആൻഡ് അവിടുത്തെ സെക്യൂരിറ്റിനോട് പറഞ്ഞിട്ടുണ്ട് 3 ലഗേജ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ തിരിച്ചു വരൂലേ, അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാന്ന്. അപ്പൊ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ഡിജിറ്റൽ ക്ലോക്ക് റൂം അല്ലെങ്കിൽ ഡിജിറ്റൽ ലോക്കർ ഇവിടെയാണ്. 40 to 60 rupees ആണ് 3 മണിക്കൂറത്തേക്ക് ഇവിടെ ലഗേജ് വെക്കാൻ. പിന്നെ ഒരു ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ അറൌണ്ട് 200 rupees ആണ് ആവുക. ഇത് വെച്ച് നോക്കുമ്പോൾ സാധാ ക്ലോക്ക് റൂം ഇത്തിരിയും കൂടെ ചീപ്പറാണ്. ഇത് ഇവിടുത്തെ ഗേറ്റ് നമ്പർ 2 അടുത്താണ് കേട്ടോ. അതേ സമയത്ത് ഞങ്ങൾ എടുത്ത ആ AC വെയിറ്റിംഗ് റൂമിലെ അതിന് 35 rupees ആണ് per hour കൊടുക്കേണ്ടത്. അതാവുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കുകയും ചെയ്യാം, ചാർജും ചെയ്യാം, ഫുഡും കഴിക്കുകയും ചെയ്യാം, പിന്നെ ലഗേജും വെക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ചാടി ഇരിക്കുകയാണ് ഗൈസ്. രാവിലെ കറങ്ങാൻ പോയ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ പുറത്തുനിന്ന് കാണാൻ രാവിലെ നല്ല രസമാണ് എന്ന്. റെയിൽവേ സ്റ്റേഷൻ രാവിലെ മാത്രമല്ല ലൈറ്റ് ഒക്കെ
ഇട്ടിട്ട് രാത്രിയും കാണാൻ നല്ല രസമുണ്ട്. ഒരു ഗോതിക് റൊമാനിസ്ക് സ്റ്റൈലില് ജോർജ് ഹാർഡിംഗ് ആണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഡിസൈൻ ചെയ്തത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് റെഡ് ബ്രിക്സ് ആണ് കാണുക. പിന്നെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ടവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രാവൻകൂർ ക്യാപ്സ് എന്ന് പറഞ്ഞ ഒരു യുണീക് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. സംഭവം വേറൊന്നുമല്ല, ഈ കാണുന്ന വൈറ്റ് യൂറോപ്യൻ ഗോതിക് സ്ട്രക്ചർ ഇല്ലേ, അതിനാണ് ട്രാവൻകൂർ ക്യാപ്സ് എന്നുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ട്, വലിയ ചൂടുമില്ല വലിയ തണുപ്പുമില്ല, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ നല്ല കാറ്റ്. ഈ റെയിൽവേ സ്റ്റേഷന്റെ ആദ്യത്തെ പേര് റോയ്പുരം റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. ആൻഡ് 1856 ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. അങ്ങനെ അത് സൗത്ത് ഇന്ത്യയിലത്തെ ഫസ്റ്റ് പാസഞ്ചർ റെയിൽവേ സർവീസ് ആയി മാറി. പിന്നെ ഒരു 17 വർഷങ്ങൾക്ക് ശേഷം 1873 മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ ആക്കി ഇതിനെ മാറ്റി. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ 17 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ 1873 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, അതായത് മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വെറും 4 പ്ലാറ്റ്ഫോമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി. ദൂരെ കുറെ ഭയങ്കര ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും പോയി നോക്കാം. കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പം ലെഫ്റ്റ് സൈഡിൽ MMC കണ്ടു, മദ്രാസ് മെഡിക്കൽ കോളേജ്. അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ MMCന്റെ ഫുൾ ഫോം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ടുകാർക്ക് MMC എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക മലബാർ മെഡിക്കൽ കോളേജാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് MMC എന്ന് കേൾക്കുമ്പോൾ അതാണ് ഓർമ്മ വരിക. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, നല്ല സുഖം ഉണ്ടായിരുന്നു. ആ യാത്രാ ക്ഷീണം അങ്ങനെ അങ്ങ് പോയി. യാത്രാ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ വഴിയിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വഴി തെറ്റാനുള്ള ചാൻസസ് കുറവാണ്. ഞങ്ങൾ 3 ആ ബോർഡൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ബോർഡ് കാണിക്കുന്ന സ്ഥലങ്ങളും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. പിന്നെ നല്ല സ്ഥലങ്ങൾ കാണുന്നു, ഒരു ഓളത്തിൽ എങ്ങനെ നടക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഇവിടെ സബ്വേ ഉണ്ട്, ഭക്ഷണം കഴിക്കുന്ന സബ്വേ അല്ല കേട്ടോ, ഒറിജിനൽ സബ്വേന്റെ കാര്യം കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ ഉദ്ദേശം ആ മുന്നേ കാണുന്ന ബ്രൗൺ ബിൽഡിങ്ങിന്റെ അടുത്തോട്ടേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് സബ്വേ വഴി പോണോ എന്നുള്ളതാണ് ഇപ്പൊ നോക്കുന്നത്. അതുകൂടാതെ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചാലോ എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ MMC ആൻഡ് ദ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഗോയിങ് അറൌണ്ട്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, ചെന്നൈ സബർബൻ ടെർമിനലിന്റെ ബിൽഡിംഗ് ആണിത്. അവിടെ കുറച്ചു നേരം തിരിഞ്ഞു കളിച്ചതിന് ശേഷം വഴി കിട്ടി എന്നുള്ള രീതിയിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പം ഏകദേശം 6:45 സമയം. ഏകദേശം 10 മണി അറൌണ്ട് ആണ് ഞങ്ങളുടെ ട്രെയിന്. അതുകൊണ്ട് വലിയ ടാസ്കിലൊന്നും പെട്ടില്ലെങ്കിൽ കുറച്ചു നേരം കറങ്ങി നടക്കാനുള്ള സമയമുണ്ട്. കറങ്ങി നടക്കൽ മീൻസ് വഴി കണ്ടുപിടിച്ച് കറങ്ങി നടക്കാൻ സമയമുണ്ട്. അപ്പം സബ്വേയിലൊന്നും പോണ്ട, നേരെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുമെന്ന് മനസ്സിലായി. ദാ ഗൈസ്, ഈ റോഡ് ക്രോസ് ചെയ്ത ആ ബിൽഡിംഗിൽ എത്തും. അങ്ങനെ ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെയും ഞങ്ങളെയൊക്കെ കുറെ ഫോട്ടോസ് എടുത്ത് അതിൽ കൂടെ നടന്നു. തിരിച്ചു വരുന്ന വഴി ഫുൾ വൃത്തിക്ക് ആസ്വദിച്ചും കൊണ്ട് കാഴ്ചകൾ കാണാന്ന് വെച്ച് അങ്ങനെ ആദ്യം കണ്ട ഈ വൈറ്റ് ബിൽഡിംഗ് ആണ് ഗ്രേറ്റ് ചെന്നൈ കോർപ്പറേഷൻ ബിൽഡിംഗ്. അത് കഴിഞ്ഞിട്ട് മുന്നിൽ കാണുന്ന ഈ ബ്രൗൺ ബിൽഡിംഗ് ആണ് വിക്ടോറിയ പബ്ലിക് ഹാൾ. എന്തായാലും നല്ല സ്ഥലമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ നല്ല ഫോട്ടോസ് കിട്ടി ആൻഡ് ഐ എം ഹാപ്പി. ഇനി അടുത്ത ഞങ്ങൾ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ 2-3 റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഡിന്നർ കഴിക്കണം എന്നുള്ളതാണ്. ഇത് ക്വീൻ വിക്ടോറിയന്റെ ഗോൾഡൻ ജൂബിലിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് 1883 തുടങ്ങി 1890 ഉണ്ടാക്കി തീർന്ന ബിൽഡിംഗ് ആണ്. ഇത് മുന്നേ ഒക്കെ പബ്ലിക് ഗാദറിംഗ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്ത ഒരു ഹാളായിരുന്നു, ഇപ്പൊ അത് മ്യൂസിയം ആണ്. ഇതും MGR റെയിൽവേ സ്റ്റേഷൻ പോലെ റെഡ് ബ്രിക്സ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെന്നൈയിലെ ആദ്യമായിട്ട് ഇലക്ട്രിക് ലൈറ്റ്സ് പിടിപ്പിച്ച കുറച്ച് ബിൽഡിംഗിൽ ഒന്നാണ്. ഇപ്പൊ ഞങ്ങള് ഇനി ക്രോസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തോട്ടേക്ക് പോകാൻ പോവാണ്. ഞങ്ങൾ അപ്പൊ ചെയ്ത ഒരു മഹത്തായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വഴി നേരെ വിട്ട് കഴിഞ്ഞാൽ, അതായത് ആ കോർപ്പറേഷൻ ബിൽഡിംഗിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഒരു ചെറിയ ക്രോസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് എത്തുമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന് പകരം ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞങ്ങൾക്ക് വഴി അറിയില്ല. ഞങ്ങൾ തിരിച്ചു നടന്ന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോട്ട് എത്തി. ഞാൻ പറഞ്ഞ ആ സബ്വേയില്ലേ, ആ സബ്വേ വരെ എത്തി. എന്നിട്ട് ഇപ്പം അതിൽ കൂടെ ഇറങ്ങാൻ പോവാണ്. ഇവിടെ നമുക്ക് 3 രീതിയിൽ താഴോട്ട് ഇറങ്ങാം. ഒന്ന് ലിഫ്റ്റ് പിടിക്കാം, അല്ല എസ്കലേറ്റർ പിടിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാം. അപ്പൊ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് പോകുകയാണ്. ഇപ്പം ആ വഴിയാട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇവിടുത്തെ ലിഫ്റ്റും എനിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല ട്രാൻസ്പെറന്റ് ലിഫ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് എസ്കലേറ്ററിൽ പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഈ വഴി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സബ്വേയിൽ കൂടെ നടക്കാനുള്ള വഴി കിട്ടും. എന്നിട്ട് മുന്നേ കാണുന്ന ലിഫ്റ്റോ എസ്കലേറ്ററോ സ്റ്റെപ്പോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് റോഡൊന്നും ക്രോസ് ചെയ്യാതെ അപ്പുറത്തെ സൈഡിൽ, റോഡ് ക്രോസ് ചെയ്യാതെ മീൻസ് റോഡ് ക്രോസ് ചെയ്യാതെ സേഫ് ആയിട്ട് അപ്പുറത്തെ എത്താൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് MMCന്റെ സൈഡിലാണ്. നിങ്ങൾക്ക് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന ക്രെയിൻ ഒക്കെ കാണാം. എന്നിട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ, അതായത് വിക്ടോറിയ പബ്ലിക് ഹാളിന്റെ പാരലലായിട്ട് ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാല് ഫുൾ നല്ല വാൾ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാത്വേ കാണാം. ആ വഴി പോയി ഞങ്ങൾ കണ്ട റെസ്റ്റോറന്റിൽ കയറി നോക്കുമ്പോ അവിടെ ഫുഡില്ല, ഡിന്നർ ഇല്ല, കുഞ്ഞു സ്നാക്സേ ഉള്ളൂ. അപ്പൊ പിന്നെയും തിരിച്ച് ക്രോസ് ചെയ്ത്
അപ്പുറത്ത് പോയി അവിടുന്ന് ഇതാ ഫുഡ് കഴിക്കുക. അവിടെയുള്ള മുക്കുമൂലയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കള്ളന്മാരുണ്ട്, സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോളാം. ഞാനാണ് എന്റെ ബാഗും മൊബൈലൊക്കെ ഇറുക്കി പിടിച്ചിട്ടാണ് നടക്കുന്നതും. അങ്ങനെ ഞങ്ങൾ ഈ 2 ബിൽഡിങ്ങിനെ ഒന്നും കൂടെ കണ്ട് കാറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് തിരിച്ചു നടന്നു. അവിടുത്തെ ഫുഡ് ഓക്കെ ആയിരുന്നു. ടു ബി ഓൺ ദ സേഫ് സൈഡ് ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചത്. പക്ഷെ അതിഥി ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിന് ഭയങ്കര എരിവ്. അപ്പം ഇത്രയൊക്കെയാണ് ചെന്നൈയിൽ നടന്നത്. ഇനി ചെന്നൈ ടു പഞ്ചാബ് വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.